ചില്ലുകൂട്ടിൽ നിരന്നിരിക്കുന്ന പലഹാരങ്ങൾ കണ്ട് കൊതിയൂറാത്തവരെ ആരുമില്ല നമുക്കിടയിൽ. പല നിറങ്ങളിൽ, ആകൃതിയിൽ, രുചികളിൽ ബേക്കറി പലഹാരങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ബേക്കറി രംഗത്ത് സാഹോദര്യത്തിന്റെ നൈർമല്യവും കൂട്ടായ്മയും കൊണ്ട് വിജയിച്ച ഒരു ബ്രാൻഡുണ്ട്. മധ്യ കേരളത്തിൽ 4 സഹോദരങ്ങളും കുടുംബങ്ങളും ചേർന്ന് മലയാളിക്ക് സമ്മാനിക്കുന്നത് പലഹാരങ്ങളുടെ ഒരു രുചിപ്പെരുമ തന്നെയാണ്. മോടി. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. മോഡിയുടെ വിജയത്തിന്റെ രഹസ്യവും അതുതന്നെയാണ്. വിളിപ്പാടകലെ 4 സഹോദരങ്ങളും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് താമസം. പ്രൊഡക്ഷൻ യൂണിറ്റും വീടിനോട് ചേർന്ന് തന്നെ. എന്താണ് യഥാർത്ഥത്തിൽ മോഡി? മോഡി എന്ന് പറയുന്നത് ഞങ്ങളൊരു 30 വർഷത്തിന് മേലെ മുൻപായിട്ട് ഒരു ഫുഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു പേര് മാത്രമാണത്. അത് മലയാളത്തിൽ അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ടല്ലോ, വളരെ മോഡിയായിട്ടുള്ള ഗംഭീരം എന്ന ആ ഒരു അർത്ഥത്തിൽ ഇട്ട ഒരു പേരാണത്. അത് ആൾക്കാർക്ക് പെട്ടെന്ന് ഓർത്തു വയ്ക്കാനും വിളിക്കാനും പറ്റുന്ന ആ ഒരു പേര്. ബേക്കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിയും എപ്പോഴും കൊതിയാണ് ബേക്കറി പലഹാരങ്ങളോട്. ഇപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും ബേക്കറി പലഹാരങ്ങൾ കിട്ടിയാൽ നമ്മൾ കഴിക്കും. അപ്പോൾ ബേക്കറി ബിസിനസ്സിലോട്ടുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഒരു 38 കൊല്ലം മുൻപ് ഞാനൊരു സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള രീതിയിൽ എളിയ നിലയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബിസിനസ്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് എൻ്റെ ബ്രദേഴ്സ് 3 പേരുണ്ട്, അവരും കൂടി ഈ ബിസിനസ്സിലോട്ട് വന്നു. അവരെയും കൂടി ഞാൻ ക്ഷണിച്ചു, അവരും കൂടി വന്നു. എൻ്റെയും അവരുടെയും കഠിനാധ്വാനം ഒത്തൊരുമയുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത്. സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ഈ ചെറുപ്പകാലം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കണമല്ലോ, ആ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമായിരുന്നു അത്. അന്ന് അതിൻ്റെ പ്രോഫിറ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു രീതിയിലൊരു വിജയങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല തുടങ്ങിയത്. ജസ്റ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമായിരുന്നു. അപ്പം അത് നാൾ വഴികളിൽ നോക്കി കഴിയുമ്പോൾ പല രീതിയിലുള്ള വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തുടക്കത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാടൻ പലഹാരങ്ങൾ ആയിട്ടാണെന്ന് ബ്രദർ പറഞ്ഞല്ലോ. അപ്പോൾ നാടൻ പലഹാരമായിട്ട് ഞങ്ങൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിനും ഫ്രണ്ട്സിനും എല്ലാവർക്കൊക്കെ ആയിട്ട് കൊടുത്തു. എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിത് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് ഉള്ള നിലയ്ക്കും ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്കും ഇത് എങ്ങനെയെങ്കിലും എസ്റ്റാബ്ലിഷ് ആക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇത് കടകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. ഞങ്ങൾ അന്ന് SBI എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് ഒരു സൈക്കിൾ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ സപ്ലൈ ചെയിൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. അന്നൊരു സൈക്കിൾ ലോൺ എടുക്കേണ്ട ഗതികേട് വരാമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ചറിയാൻ പറ്റും. അത്രയും ഒരു പ്രാരംഭ ദിശയിൽ നിന്നാണ് ഞങ്ങൾ ഈ ലെവലിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. അങ്ങനെ ഇന്നിപ്പോൾ ഏകദേശം ഒരു 3000 മുകളിൽ നമ്മൾ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ട്. പിന്നെ നമുക്ക് ഓൺ ഷോപ്പുകളുണ്ട്. അങ്ങനെ നല്ലൊരു കസ്റ്റമർ ബെൽറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്. അങ്ങനെ നല്ലൊരു ടീം ഞങ്ങളുടെ പുറകിലുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ രഹസ്യം. മോഡിയുടെ മധുര പലഹാരങ്ങളുടെ കലവറയാണ് എൻ്റെ പിറകിൽ കാണുന്നത്. നമ്മൾ രുചിയോടെ കഴിക്കുന്ന ലഡുവും ജിലേബിയും പേടയുമെല്ലാം ഈ കലവറയിൽ നിന്നാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഷോപ്പുകളിലേക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഇത് ചെയ്യണം. അത് കേക്കുകൾ, ബ്രെഡ്സ്, ഫാസ്റ്റ് ഫുഡുകൾ, കുക്കീസുകൾ, സ്വീറ്റ്സ്, അറബിക് സ്വീറ്റ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ചെയ്യണം. പുലർച്ചെ 4 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഐറ്റങ്ങൾ ഓരോന്നായിട്ട് അതിങ്ങനെ വരും. അത് രാവിലെ ഒരു 7 മണി ആകുമ്പോഴത്തേനും നമ്മുടെ ഷോപ്പുകളിലേക്കുള്ള വണ്ടികൾ ഓരോന്നായിട്ട് ലോഡ് ചെയ്ത് സാധനങ്ങളെല്ലാം ആയിട്ട് ഫ്രഷ് ഐറ്റങ്ങളായിട്ട് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതങ്ങനെ ഒരു ഓരോ ഷോപ്പുകളിലേക്ക് ഒരു 3 വട്ടം 4 പ്രാവശ്യമെങ്കിലും ഓരോ ഷോപ്പുകളിലേക്ക് നമ്മുടെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഐസിങ് കേക്ക് ചെയ്യുന്ന ക്യാബിൻ മാത്രമാണ്. ഓരോന്നിനും ഇത് നമുക്ക് എ.സി റൂമിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കേക്കുകൾ നമ്മൾ ചെയ്യണത് അതിൻ്റെ മിക്സിങ്, അതുപോലെ ഇത് അതിൻ്റെ ഡെക്കറേഷൻ വർക്കുകളെല്ലാം നമുക്ക് എ.സിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്താൽ ഇതിൻ്റെ ക്രീമുകളെല്ലാം മെൽറ്റായി പോകും, അത് ആ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചില്ലർ റൂമിലോട്ട് മാറ്റുന്നത്. ആ ചില്ലർ റൂമിലോട്ട് ഇപ്പോൾ തന്നെ ഇതിനെ പാക്കാക്കിയിട്ട് ചില്ലർ റൂമിലേക്ക് കയറ്റും. അത് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു റൗണ്ടും കൂടി വണ്ടി പോകാനുണ്ട്, 1-2 റൗണ്ടും കൂടി പോകാനുണ്ട്. ഒരു മണിക്കൂർ 2 മണിക്കൂറേയും ചില്ലർ റൂമിൽ വെച്ചതിന് ശേഷം ഇതെല്ലാം ഇവിടുന്ന് കയറി പോകും. ഏതൊരു ബിസിനസ്സിൻ്റെയും വളർച്ചയ്ക്ക് പിറകിൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ നല്ല കസ്റ്റമർ റെസ്പോൺസ് ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മോഡി. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വിജയിച്ചു എന്നുള്ള ഒരു പോയിന്റ് തോന്നിയ എന്തെങ്കിലും തരത്തിലുള്ള കസ്റ്റമർ റെസ്പോൺസ് മനസ്സിലുണ്ടോ? അത് ഞാൻ പറയാം. അതായത് ഒരിക്കൽ ഞങ്ങൾക്ക് ഇതുപോലെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ വില വർധന ഒരുപാട് നടന്ന് നമുക്ക് വില കൂട്ടിയേ പറ്റൂ എന്നുള്ളൊരു ഘട്ടം വന്നു. പക്ഷേ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകൾക്ക് വില കൂട്ടാനായിട്ട് പേടിയാണ്. കാരണം പണ്ട് കാലത്ത് തുടക്ക കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഞാൻ പറയണത്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ വില കൂട്ടാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എന്നാൽ നമുക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യം വന്നു. അത്രയധികം റോ മെറ്റീരിയൽസിന് വില കൂടിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി വില കൂട്ടിയേ ഇനി അത് മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളൊരു ധാരണ വന്നു. കുറച്ചൊക്കെ ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. കുറച്ച് സമയത്ത് ആളുകൾ അന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അന്നത്തെ കസ്റ്റമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഞങ്ങൾ റീറ്റെയിൽ B2B ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഷോപ്പ് ഓണേഴ്സ് നിങ്ങളുടെ ഐറ്റം ചോദിച്ചു ഒത്തിരി ആളുകൾ കടയിൽ വരുന്നുണ്ട്, എന്താ നിങ്ങൾ കൊണ്ടുവരാത്തത് എന്നുള്ളൊരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള ഈ ഒരു വില നിലവാരം വെച്ച് ഞങ്ങൾക്കിത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കണില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു അവർ സപ്പോർട്ട് തന്നു. കാരണം നിങ്ങൾ വില കൂട്ടിക്കോ, കുഴപ്പമില്ല, വില കൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായ നിങ്ങൾക്ക് മുതലിക്കുന്ന രീതിയിലുള്ള വില വർധനകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ ഐറ്റം ചോദിച്ച് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് ചെയ്തു തായോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങനെ ആ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളൊരു ആവശ്യം വന്നതിൻ്റെ പേരിലാണല്ലോ ഈ കടക്കാരൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയാനായിട്ടുണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ ബോംബെയിലേക്കും ഔട്ട് ഓഫ് കേരളയിലേക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ സീസണിലാണ് കേക്കൊക്കെ, ക്രിസ്മസിൻ്റെ സീസണിലാണ് അവിടേക്ക് കൂടുതൽ കേക്കുകൾ അവിടുത്തെ കച്ചവടക്കാർ ഞങ്ങളുടെ ഇത് വാങ്ങിക്കൊണ്ട് പോവുക. ബോംബെയിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഓർത്ത് പറയണത്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരു കടയിൽ നിന്ന് ആ ഡോക്ടറുടെ പേര്, ഒരു ഡോക്ടറാണ്, കസ്റ്റമറുടെ പേര് ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ ബാട്ടിയ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ, ഒരു പ്രായമായ 2 പേരാണ്, എനിക്ക് അവരെ നേരിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ കേക്ക് അന്ന് അവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരു ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് പുഡിംഗ് കേക്ക് എന്ന് പറഞ്ഞൊരു കേക്ക് ഉണ്ട്. അത് ആദ്യമായിട്ട് ഇവിടെ ഇറക്കി ഒരു വിജയം നേടിയൊരു കമ്പനിയാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നീട് അവർ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവരുടെ പണ്ട് വാങ്ങിയ പാക്കറ്റ് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് അവർ വിളിച്ചു കഴിഞ്ഞിട്ട് തരാനായിട്ട് അവിടെ കിട്ടുമോ, ലഭ്യമാണോ, ഇല്ല, കാരണം ഇനിയിപ്പോൾ അടുത്ത സീസണിൽ അവർ എടുക്കുകയുള്ളൂ. അവിടുത്തെ കച്ചവടക്കാരൻ കേരളത്തിൽ കേക്ക് ക്രിസ്മസിന് എല്ലാ സമയത്തും പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സീസൺ ബേസ് ആയിട്ടാണ് കൂടുതൽ പോവുക, കച്ചവടക്കാർ അങ്ങനെ എടുക്കുകയുള്ളൂ അവിടെ. അപ്പോൾ അങ്ങനെ ഇവർ വീണ്ടും ആവശ്യപ്പെട്ടു, എങ്ങനെ ഞങ്ങൾക്കും തരാൻ പറ്റുമോ, നിങ്ങൾക്ക് ഡയറക്റ്റ് തരാൻ പറ്റുമോ? ഓക്കെ, തരാം, അതിന് കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടുന്ന് അവരുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ നിന്ന് അങ്ങനെ ആ ഒരു കണക്ഷൻ കൂടുതൽ വലുതായി കഴിഞ്ഞാൽ ആളുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും, ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു ഓർമ്മ കസ്റ്റമറുടെ, ഒരു നല്ലൊരു കസ്റ്റമറുടെ ഇത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ 4 സഹോദരങ്ങളാണ് മോഡിയുടെ എല്ലാം. ഈ 4 വ്യക്തികളാണ്. അപ്പോൾ 4 തരം അഭിപ്രായങ്ങളുണ്ടാവും പല സാഹചര്യങ്ങളും. എങ്ങനെയാണ് മോഡി ഇപ്പോഴും മോഡിയോടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ
എന്താണ് കീപ്പ് ചെയ്തു പോകുന്ന ടിപ്സ്? ഞങ്ങളുടെ ഈ ബിസിനസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ എനിക്ക് എൻ്റെ സഹോദരന്മാരോട് ഒരു അളവറ്റ സ്നേഹം, കുടുംബ ബന്ധങ്ങളോടൊരു അളവറ്റ സ്നേഹവും ഉണ്ടായിരുന്നു, ഒരു കരുതലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരുതലും സ്നേഹബന്ധവും എന്ന് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിൽ ഓരോ സ്റ്റെപ്പുകളും എടുക്കൽ വരുന്നത്. അപ്പം ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ 4 പേരാകുമ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അത് സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയിൽ തന്നെ എങ്ങനെ യോജിച്ചു പോകാൻ പറ്റും എന്നുള്ളതിനാണ് ഞങ്ങൾ ശ്രമിക്കാറ്. ഞങ്ങൾ 4 പേരാണെന്ന് അറിയാമല്ലോ. അതിൽ തന്നെ ഏതൊരു നിർണായക തീരുമാനം എടുക്കുന്നതിന് മുൻപായിട്ടും ഞങ്ങളുടേതായ ഒരു രീതിയിൽ കൂടിയാലോചന നടത്തും. അതിൽ സാധാരണ രീതിയിൽ കാണുന്ന പോലെ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, അതുപോലെ തന്നെ ജനാധിപത്യം കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഞങ്ങൾ. 4ൽ 3 പേരെങ്കിലും ഓക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നടപ്പാക്കുള്ളൂ. 2 നിന്നാൽ പോലും ഞങ്ങളത് കാര്യം നടപ്പാക്കില്ല. ഈ അഭിപ്രായ ഐക്യമാണ് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നതിൻ്റെ കാതലായിട്ടുള്ളൊരംശം. മോഡിയായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ക്വാളിറ്റി അഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് പ്രധാനമായിട്ടും? ഇന്നിപ്പം മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അത് ഏറ്റവും ഹൈജീനിക് ആയിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്തു എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഷെഫുമാരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളതിൽ കുറച്ച് വാല്യൂസ് ഞങ്ങളതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ബനാനയ്ക്ക് വേണ്ടി ബനാന ചിപ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ചേർക്കുന്ന കളറ് മഞ്ഞൾ, നാച്ചുറൽ മഞ്ഞൾ കളറാണ് ഞങ്ങൾ അതിൽ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ഞങ്ങളുടെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. ആ സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്തിട്ട് അത് ഓരോ സീസണിലും അത് വിളവെടുത്ത് പുഴുങ്ങി ഞങ്ങൾ തന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ മില്ലുണ്ട് ഇവിടെ. അത് ഇത് വേറെ പുറത്തുനിന്ന് മേടിച്ച കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ ഞങ്ങൾക്കതായ ഒരു ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തന്നെ അത് നേതൃത്വം കൊടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഉറപ്പ്, അതും ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ അരിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് അച്ചപ്പം, കുഴലപ്പം, അല്ലെങ്കിൽ മുറുക്ക്, മിക്സർ, അങ്ങനെയുള്ള കുറേ ഫ്രൈഡ് വറവ് ഐറ്റങ്ങളുണ്ട്, ചിപ്സ് ഐറ്റങ്ങൾ, നാടൻ പലഹാരങ്ങളിൽ പെട്ട കുറേ ഐറ്റങ്ങളുണ്ട്. ഇതിലേക്കുള്ള അരിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ അരി വാങ്ങി ഞങ്ങൾ തന്നെ മില്ല് ഞങ്ങൾ തന്നെ ഇവിടെ വറുത്തെടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. മസാലകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ സ്ഥലമുള്ളതിൽ ഞങ്ങൾ വാഴ വയ്ക്കുന്നുണ്ട്. വാഴ വെച്ച് നേന്ത്രക്കായ, അതിൽ നിന്ന് കിട്ടുന്ന നേന്ത്രക്കായ കുറേയൊക്കെ, എല്ലാം തികയില്ല, കുറേയൊക്കെ പിന്നെ നാടൻ കായ ഞങ്ങൾ വാങ്ങും, പുറത്തുനിന്ന് വാങ്ങും. ബാക്കി കുറേയൊക്കെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്തിട്ട് ഇത് വറുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 240ഓളം പ്ലാവ് ഞങ്ങൾ ഒരേ ജനസിൽപ്പെട്ട ഒരു 240ഓളം പ്ലാവ് ഞങ്ങളിവിടെ കൃഷി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 2 ഹൈബ്രിഡ് പ്ലാവുകളാണ്. അപ്പോൾ 2 പ്രാവശ്യങ്ങളിൽ നിന്ന് ചക്ക കിട്ടാറുണ്ട് ഞങ്ങൾക്ക് ഒരു സീസണിൽ. അങ്ങനെ കുറേ വാല്യൂസ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ബേക്കിങ്ങിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുള്ളായിട്ടും ട്രാൻസ്ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഫാറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ അത് ഉപയോഗിക്കണം എന്നുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ആ മാനദണ്ഡങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ട്രാൻസ്ഫാറ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേക്കുകളിലേക്കുള്ള ഫില്ലിങ് എല്ലാം തന്നെ ഞങ്ങളിവിടെ ഓൺ മേക്കിംഗ് ആണ്. ഒരു കാരണവശാലും നമ്മൾ പുറമേ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റുകളല്ല ഉപയോഗിക്കുന്നത്. റിയൽ ഫ്രൂട്ട് തന്നെ നമ്മൾ തന്നെ ഇവിടെ പൾപ്പാക്കി മാറ്റി ആ പൾപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ഓൾമോസ്റ്റ് സാധ്യമാവുന്ന എല്ലാ അളവിലും നമ്മൾ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻറ്റ് മീൻസ് ഫ്രൈയിങ്ങിന് എടുക്കുന്ന ഓയിൽ മുതൽ എല്ലാം തന്നെ ആ റേഞ്ചിൽ ആണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലും വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്, ഞങ്ങൾക്ക് റെഗുലർ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ കടകളൊക്കെ ഇരിക്കുന്നത് തന്നെ ഭയങ്കര അൾട്രാ സിറ്റികളിലൊന്നുമല്ല, ലോക്കൽ ഏരിയകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കയറുന്ന ആൾക്കാർ തന്നെ റിപ്പീറ്റ് ആയിട്ട് കയറുന്നത്. അപ്പോൾ ക്വാളിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കടയിലൊരു ദിവസം ഷോർട്ടായി പോയി കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റമേഴ്സ് ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിക്കും, ഇന്ന ദിവസം ഇന്ന ഐറ്റം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ. എനിക്കിവിടെ വന്നപ്പം തന്നെ ഇഷ്ടപ്പെട്ടത് ഈ മോഡിയുടെ 4 നെടുന്തൂണുകളായിട്ടുള്ള സിബ്ലിങ്സ്, അങ്ങനെ പറയാലോ. അപ്പം അവരുടെ വീടുകളെല്ലാം അടുത്തടുത്താണ്. അധികം ഇപ്പം അങ്ങനെയൊന്നും കാണാത്തൊരിതാണ്. അതുമാത്രമല്ല, നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കാൻ പറ്റേ. അങ്ങനെയൊക്കെ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അധികം ആൾക്കാരും വേറൊരു സിറ്റിയിലോട്ട് പറിച്ച് നട്ടിട്ട് അവിടെ പിന്നെ ബിസിനസ് വളർത്തുക എന്നുള്ളതാണ് അധികം ആൾക്കാർ ചിന്തിക്കുക. അപ്പം
നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മുടെ നല്ല മോടിയോടെ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ആ ഒരു ഫ്ലോയിൽ വന്നതാണോ, അല്ല അങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരുന്നോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടെന്ന് പറയുന്ന വീടിൻ്റെ ഒരു ചെറിയ കോമ്പൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോമ്പൗണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണമെന്നും അതുപോലെ തന്നെ ഒരുമിച്ച് താമസിച്ചാൽ ഞങ്ങളുടെ ഫുഡിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം നേരത്തെ ഞങ്ങളെപ്പോഴും ആ വീടൊക്കെ വെക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്നൊരു പ്ലാനായിരുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് പുതിയ വീടുകൾ വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയതും ഇവിടെ തന്നെ താമസമാക്കാൻ തീരുമാനിച്ചതും വളരെ വലിയൊരു പ്ലാനിലാണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടുകളോട് അടുത്തിരിക്കുന്നത് കൊണ്ടും ഞങ്ങളിവിടെ എപ്പോഴും ഞങ്ങളിവിടെ ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല. 4/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമോ പ്രധാനപ്പെടുന്ന കാര്യങ്ങൾ. പിന്നെ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുക. ഒരാൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ വേറൊരാൾ കയറി അതിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, അങ്ങനെയുള്ള മര്യാദകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ എന്ന് കരുതി ഒരു പ്രശ്നമില്ല എന്നല്ല, ഞങ്ങൾ തമ്മിൽ പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ആരോഗ്യപരമായിട്ട് തന്നെ ഞങ്ങൾ ഒരു ചെറിയ നിമിഷത്തേക്ക് മാത്രമാക്കി പ്രശ്നങ്ങളും പരാതികളും വിഷമങ്ങളൊക്കെ തീർത്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകണം. ഇപ്പോഴും ഞങ്ങളുടെ ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് ഇതിന് എന്ത് സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യം കിട്ടുന്നു എന്നതിലുപരി ഞങ്ങൾക്കൊരു ആത്മബലമുണ്ട്. അതായത് ഞങ്ങൾ 4 പേരും ഇതിൽ ഒരേ ശരീരം പോലെ ഞങ്ങളിതിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസും അതോടൊപ്പം തന്നെ ഒരു ബലമുണ്ട്. അതാണ് ശരിക്കും ഈ മോഡി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ബലം. ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്നത്തെ കാലത്ത് എൻ്റെ മുഖം മാടിക്കഴിഞ്ഞാൽ എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാനായിട്ട് മൂത്ത ചേട്ടനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ചേട്ടനോ അല്ലെങ്കിൽ താഴെയുള്ള അനിയനോ ഉറപ്പായിട്ട് പോയി ചോദിക്കും. ഇന്നത്തെ കാലത്ത് റയറാണത്. കാരണം നമ്മളതങ്ങനെ കണ്ട് പരിചയമുള്ളൊരു കാര്യമല്ലത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതെന്തും തുറന്ന് ചോദിക്കാനുള്ള, എന്തും തുറന്ന് സംസാരിക്കാനുള്ള വേദിയുണ്ട്, അങ്ങനെയുള്ള ഫ്രീഡം ഉണ്ട്. എല്ലാം അങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വളരെ എൻജോയ് ആയിട്ട് ബിസിനസ്സും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല രീതിയിലുള്ളൊരു സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാനും പറ്റുന്നുണ്ട്. ഇത് കണ്ട് ഞങ്ങളുടെ സ്റ്റാഫും ഇതുപോലെ തന്നെയാണ്. അവരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ മാതിരി എൻ്റെ ജീവിതമാണ് എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ മെസ്സേജ് എന്നാണ് എനിക്കിതിൽ പറയുന്നത്. ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരിക്കലും ഒരു സിംഗിൾ ഓണർ ചെയ്യുന്ന ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷൻ പകുത്തു കൊടുക്കാറുണ്ട്. കാരണം അത് റിയാലിറ്റിയാണത്. പിന്നെ ഞങ്ങളുടെ ഭാര്യമാരും കൂടി ഉള്ളതിൻ്റെ പേരിൽ അവരും ഈ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അവിടെയും കുറേ ടെൻഷൻ ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ഇതിൽ ബിസിനസ്സിലേക്ക് കടന്നു വന്നേ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആൻ്റെ ചേട്ടൻ്റെ തന്നെ മൂത്തേട്ടൻ്റെ രണ്ടാമത്തെ കുട്ടി ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുട്ടിയും മൂത്ത കുട്ടി ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുടെ 2 കുട്ടികൾ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം വിദേശത്ത് പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഇതുപോലെ തന്നെ ഇതിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. എൻ്റെ ഇളയ കുട്ടി ഇതുപോലെ തന്നെ ഫുഡ് ടെക്നോളജിയുടെ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളും ഇതുപോലെ തന്നെ ഇതിലേക്ക് വരാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇനി അനിയൻ്റെ കുട്ടികളായാലും ശരി ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയി. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്കും ഇത് സ്മൂത്തായിട്ട് കൈമാറിക്കൊടുത്ത് ഞങ്ങളൊന്നില്ലെങ്കിൽ പ്രായം കൊണ്ടൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും അത്യാവശ്യം ഞങ്ങൾ യങ്സ്റ്ററായിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഇതൊന്ന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്ത് അവരെ ഭംഗിയായിട്ട് ഇത് ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മോഡി ബേക്സിൻ്റെ പുതിയ തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഫാമിലി ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പപ്പയുണ്ട്, അതുപോലെ തന്നെ പേപ്പന്മാരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ്. പുതിയൊരു കാര്യങ്ങൾ പഠിക്കണം നമ്മൾ ഓരോന്ന്. അപ്പം ഞാൻ ഓരോന്ന് പഠിച്ചു വരുന്നു ഫ്രം ദ സ്ക്രാച്ച്. സാധാരണ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ട്രെൻഡ് എന്ന് വെച്ചാൽ പുറത്ത് പഠിക്കുന്നു, പുറത്ത് തന്നെ ജോലിയായിട്ട് സെറ്റിലാകണം. അതിൽ നിന്ന് മാറിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് പുറത്ത് പഠിച്ചു, ആ എക്സ്പീരിയൻസും ആ അറിവൊക്കെ വെച്ച് ഫാമിലി ബിസിനസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ച് അതെന്തായിരുന്നു അതിന്? കാരണം ഞങ്ങളെല്ലാവരെയും, ഞാൻ മാത്രമല്ല, ഞങ്ങൾ സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ചെറുപ്പം തൊട്ടേ ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്, ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ട്രെയിൻ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇൻവോൾവ് ആയി ഇത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും വെൽ ട്രെയിൻഡാണ്. സോ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്റ്റഡീസ് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണെങ്കിലും
ഒരു പീരീഡ് കഴിഞ്ഞാൽ തിരിച്ച് വരും, ഞങ്ങൾ ഞങ്ങളുടെ പപ്പന്മാരുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് എല്ലാവരും ആ ഒരു ഉറപ്പോടു കൂടിയാണ് ഞങ്ങൾ പുറത്തുപോയി പഠിച്ചതും തിരിച്ചിവിടെ വന്നതും ബിസിനസ്സിൽ ജോയിൻ ചെയ്തതും. ലൈവ് കിച്ചണിൽ നമ്മൾ ഏകദേശം ഡെയിലി ഒരു 60-65 വെറൈറ്റി സ്നാക്സ് ലൈവായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പല സമയങ്ങളിൽ പല ക്വാണ്ടിറ്റിയിൽ ചെയ്തു കൊടുക്കുന്നതാണ്. അതിൽ കൂടുതലായിട്ടും നമുക്ക് കസ്റ്റമർ ആവശ്യപ്പെടുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഓരോ ദിവസവും കസ്റ്റമർ റിവ്യൂസ് എടുത്തതിന് ശേഷം ഞങ്ങളത് വേണ്ട മാറ്റങ്ങൾ വരുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നൊരു പ്രസ്ഥാനം കൂടിയാണിത്. ഞാൻ ഇവിടെ നിന്ന് തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നതിലൊക്കെ കൂടുതൽ താല്പര്യം എനിക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കുന്നതിന് താല്പര്യം ഇവിടെയാണ്. കാരണം നമ്മുടെ ബോധ്യം വെച്ചാൽ ഇവിടുത്തെ കിച്ചണായിക്കോട്ടെ മറ്റു ഓപ്പൺ ആയിട്ടുള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നതിന് നമുക്ക് കുറച്ചും കൂടി ബോധ്യമാണ് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളെ പറ്റി. എനിക്ക് ഇവിടുത്തെ റസ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടും എനിക്ക് കാലത്തേക്ക് ഞാൻ റസ്ക് കഴിക്കുന്ന ഒരാളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്രേറ്റ് റസ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞങ്ങളുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഞങ്ങൾ തെങ്ങിൻ്റെ നീര വറ്റിച്ചെടുത്ത ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് കപ്പലണ്ടി ഉണ്ട, അതുപോലെ തന്നെ ഗ്രൗണ്ട്നട്ട് ബാറ്, ഗ്രൗണ്ട്നട്ട് ബോള്, അതുപോലെ തന്നെ സീസൺ ബോള്, അങ്ങനെ പീനട്ടിൻ്റെ ഐറ്റംസുകളും അതുപോലെ പംകിൻ സീഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ 10-15ഓളം ഐറ്റംസുകൾ ഈ തെങ്ങിൻ്റെ നീര വറ്റിച്ചെടുത്ത ശർക്കര കൊണ്ട് മാത്രമായിട്ട് ചെയ്ത് നമ്മുടെ ഔട്ട്ലെറ്റ് വഴി പോകുന്നത്. നിലവിൽ മോഡി ബേക്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളർച്ചയുടെ പാതയിലാണ്. ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഇനി തുടങ്ങാനിരിക്കുന്നത്. എന്താണ് ഇനി ഭാവി സമീപ ഭാവിയിൽ തന്നെ ഒരു 100 ഔട്ട്ലെറ്റുകളാക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ. അതിപ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ ഒത്തിരി ഇഷ്ടമുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടാറുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് കൊണ്ടൊരു ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. ബിസിനസ്സിൻ്റെതായ ഒരു ഗ്രോത്തിന് ഒരു ഗ്രാജുവലി ഒരു ഗ്രോത്താണ് ഞങ്ങളിപ്പോഴും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതാകുമ്പോൾ നിലനിന്ന് പോകും. അല്ലാതെ അങ്ങനെ പെട്ടെന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സമീപ ഭാവിയിൽ തന്നെ ഒരു 100ഓളം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾക്ക് ചെയ്യാമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒപ്പം തന്നെ എക്സ്പോർട്ട് ബിസിനസ് നിലവിൽ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ ഒത്തിരി ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ പ്രദേശങ്ങളിലേക്കൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഈ പ്രൊഡക്റ്റ് എത്തിക്കണം. കുറച്ച് രാജ്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം. ഒപ്പം തന്നെ ഇന്ത്യയിൽ എവിടെയും ഏത് തരം കസ്റ്റമേഴ്സിനും ഈ പ്രൊഡക്റ്റുകൾ പ്രാപ്യമാകുന്ന രീതിയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഉടൻ തന്നെ വരുന്നതായിരിക്കും. മോഡി ബേക്സിൻ്റെ ഒരു തുടക്കക്കാരനല്ലേ, ഐഡിയ മേക്കർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ബിസിനസ്സിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാർ പല ഇൻട്രസ്റ്റിൽ. അപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന നിലയിൽ എന്താണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്? എല്ലാവർക്കും പറയാം, കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം. ഏറ്റവും പുതുമയുള്ള പ്രൊഡക്റ്റ്, ഏറ്റവും ഹൈജീനിക്കായിട്ട്, ഏറ്റവും തോതായിട്ടുള്ള റേറ്റിൽ ആളുകളുടെ കയ്യിലെത്തിക്കുക. എപ്പോഴും ആളുകളുടെ എൻക്വയറി നന്നായിട്ടുണ്ട്. നല്ല ഫുഡിന് എവിടെയും സ്വീകാര്യതയുണ്ട്. ആ നല്ല ഫുഡ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. ഇതിലിത്തിരി റിസ്കി ആയിട്ടുള്ള കേസും അത് തന്നെയാണ്. പക്ഷേ അതിനൊരിക്കലും ഈ ബിസിനസ്സിന് കുറവ് വരില്ല. പുതിയതായിട്ട് ആർക്ക് വന്നു കഴിഞ്ഞാലും അതിനുള്ള സ്പേസ് അതിനകത്തുണ്ട്. പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കാനും നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി എത്തിക്കാനും പറ്റിയാൽ സ്കോപ്പുണ്ട്. ഇനിയും അനേകായിരം കസ്റ്റമേഴ്സിന് മോഡിയോടെ ഭക്ഷണം മനസ്സും വയറും നിറച്ച് ഭക്ഷണം വിളമ്പാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മോഡിയോടി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.